എന്താടാ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് എന്നെ വിളിച്ചത്? ആദ്യം ഞാൻ വിചാരിച്ചത് നീ ഒരു മണ്ടനാണെന്നാ. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു നീ മഹാമരമണ്ടനാണെന്ന്. അല്പസ്വല്പ വിവരമുള്ളവരും മറ്റുള്ളവരൊക്കെ തന്നെക്കാളും വിഡ്ഢികളായിട്ടും പരമവിഡ്ഢികളായിട്ടും വിചാരിക്കും. നോക്ക്, തീക്കളിയാണ്, മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. മണ്ണോടെ മണ്ണാക്കോടാ. നീ അത് ഒന്നുകൂടി പറ. ഈ സമ്രാട്ടിന്റെ ഇമേജ് ഒറ്റ നിമിഷം കൊണ്ട് എന്റെ രാജയെ കൊണ്ട്, മനസ്സിലായല്ലോ? എന്നെ കുറിച്ച് നീ പിന്നീട് ആലോചിക്ക്. മുട്ടയും പാലും കൊടുത്ത് നീ ഏത് പാമ്പിനെയാണോ വളർത്തിയെടുക്കുന്നത്, അവൻ നിന്നെ കൊത്താൻ ഒരുപാട് സമയം പിടിക്കത്തില്ല. എന്താ പറഞ്ഞത്, പാമ്പെന്നോ? കള്ളനും കൂടെ ഫ്രണ്ട്സ് ആകാൻ പറ്റും. കള്ളനും പോലീസും കൂടെ കൂട്ടുകാരാവുന്നത് ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത്. നിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നീ വിചാരിക്കുന്ന രാജയുണ്ടല്ലോ, അവൻ പോലീസുകാരനാണ്. ഞാൻ പറയുന്നത് നിനക്കതറിയാവോ? ഇത് ഒന്നുകൂടി പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ ഒരു മഹാമരമണ്ടനാടാ. ആണോ? പോലീസ് തന്നെ നല്ലപോലെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുവാ. പക്ഷെ അക്കാര്യം നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പറ്റില്ല, നിനക്കൊന്നും എന്റെ സ്പൈ ആയിട്ട് പോലും വർക്ക് ചെയ്യാൻ പറ്റില്ല. നീ കുടുങ്ങിപ്പോയി മോനെ. സമ്രാട്ടിന് വേണ്ടി വലവിരിച്ച് നീ തന്നെ വലയിൽ വീണല്ലേ. നല്ലോണം എൻജോയ് ചെയ്യടാ. രാജി, നീയല്ലേ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ കേട്ടതെല്ലാം സത്യമാണോ? നിങ്ങൾ എന്ത് കേട്ടു? ഞാനൊന്നും കേട്ടില്ല. കേൾക്കോടാ, എല്ലാം അറിയാം. അയ്യോ ബോസ്, എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ രാജ പോലീസുകാരാണെന്ന് നിനക്ക് അറിയില്ലേ? എനിക്കറിയായിരുന്നു, പക്ഷെ അതിനുശേഷം നീ എന്താ കാര്യം എന്നോട് പറയാത്ത? രാജ പ്രൈസ് കൊടുക്കാൻ ആഗ്രഹിച്ചു അല്ലേ? ബോസ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്നത് കേട്ടോ. ഹലോ, പറ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? രാജയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ അയാൾ എന്നെ കൊന്നു കളയും. നിങ്ങളെ കുറിച്ച് അയാളോട് ഞാൻ പോയി പറഞ്ഞ നിങ്ങൾ എന്നെ കൊന്നു കളയും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നോക്ക്, ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ദൈവം നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മൂസയ്ക്ക് നിന്നെ കുറിച്ച് അറിയില്ല അല്ലേ? അതോർത്ത് വിഷമിക്കണ്ട, അതവൻ ഒരിക്കലും അറിയില്ല. ഒരു പക്ഷേ ഇൻഫോർമർ ചതിച്ചതാണെങ്കിലോ? ഐ ഹോപ്പ് പോലീസിന് ഭയം കാരണം അങ്ങനെ അവൻ ചെയ്യാൻ സാധ്യതയില്ല. ബട്ട് എനിക്കൊരു കാര്യത്തിൽ സംശയമുണ്ട് സർ. അവൻ ഇന്ന് രാവിലെ എന്റെ ഫോൺ എടുത്തിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്ത്. ഇന്നവൻ നമ്മുടെ സ്റ്റേഷനിലോട്ടും വന്നിട്ടില്ല. I see. എക്സ്ക്യൂസ് മീ സർ. carry on. ഹലോ, എന്താടാ? ആണോ? നീ പറഞ്ഞില്ലേ സ്വപ്നം വെറും സ്വപ്നമായിരിക്കും, അത് ഒരിക്കലും സഫലമാവില്ല എന്ന്. ഞാനിപ്പോ നിന്റെ ഭാവി ഭാര്യയോടൊപ്പം ഒന്നിച്ചിരിക്ക. എവിടെയാ? നമ്പർ കണ്ടിട്ട് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ എവിടെയാണെന്ന് പറയടാ. അത് തേടി കണ്ടെത്തുന്നത് നിന്നെ പോലത്തെ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലിയാ. ആണോ? നീ ഏരിയയിൽ പുതിയതാ? ഓക്കെ, ഞാൻ ചില ക്ലൂസ് ഒക്കെ തന്നേക്കാം. ടെലിഫോൺ ഓഫീസിലൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുക ഇതേത് ഏരിയയിലെ നമ്പറാന്ന്.
ഹലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞാൻ രാജയെ സംസാരിക്കുന്നത്. എനിക്ക് ഒരു നമ്പറിനെ കുറിച്ച് ഇൻഫർമേഷൻ വേണം, ഉടനെ തന്നെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. വാട്ട്? ഓക്കെ, താങ്ക് യു, താങ്ക്സ്. സർ, സർ ഇത് നിങ്ങളുടെ വീട്ടിലെ നമ്പറാണോ? അതെ, ഇത് ആരോഹിയുടെ റൂമിലെ നമ്പറാണല്ലോ. ഓ ഷിറ്റ്. രാജ ബിരിയാണി കഴിക്കുന്നോ? ഓ, സമ്രാട്ട് വാങ്ങിക്കൊടുത്തോണ്ട് നീ കഴിക്കില്ല അല്ലേ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഈ ഗിഫ്റ്റ് ഉണ്ടോ? ഇതെനിക്ക് സമ്രാട്ട് തന്നതാ. കണ്ടില്ലേ, നീ ഇതിനെ കുറിച്ച് മറന്നു, പക്ഷെ അവൻ മറന്നില്ല. എന്താ കാര്യം ബോസ്? എന്തെങ്കിലും അർജന്റായ ജോലിയുണ്ടോ? നിനക്ക് ഞാനൊരു നല്ല കഥ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയ കഥയാണത്. ഇൻട്രസ്റ്റിംഗ് കഥയോ? എന്ത് തരം കഥ? ഒരു വലിയ ഭാഷയുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു സമ്രാട്ടും ഒരു രാജാവും ഉണ്ടായിരുന്നു. സമ്രാട്ട് ഭാഷയുടെ ഈക്വൽ പൊസിഷനിലായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും ഇടയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് രാജാവിന് ഒരു പവറും ഇല്ലായിരുന്നു. സമ്രാട്ടിന്റെ പവർ കണ്ട് രാജാവ് വളരെയധികം വിഷമിച്ചു. അതുകൊണ്ട് അവൻ ഭാഷയുമായി കൈകോർത്തു. പക്ഷെ രാജാവിന്റെ ലക്ഷ്യം വേറൊന്നായിരുന്നു. ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? He wanted to be a സമ്രാട്ട്. അവനും സമ്രാട്ടാകാൻ ആഗ്രഹിച്ചു. പക്ഷെ ഭാഷ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. ഒരു ദിവസം രാജയുടെ ശരിക്കുള്ള ലക്ഷ്യം മുതലാക്കിയിട്ട് അവസാനം താഴെ ഇറക്ക്, താഴെ ഇറക്ക്. കള്ളന്റെ വീട്ടിൽ മോഷണം പോവും, അറിയാവല്ലോ. കള്ളന്റെ വീട്ടിൽ കയറി ആരെ അടിച്ചു മാറ്റിയെന്നറിയാവോ? പോലീസാടാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിനക്ക് ആവശ്യമുള്ളത് തന്നെയാണ് എനിക്കും ആവശ്യം. സമ്രാട്ട് നിന്റെയും ശത്രുവാണ്, എന്റെയും തന്നെ. ശത്രുവിന്റെ ശത്രു മിത്രമാവില്ലേ? നോക്ക, സമ്രാട്ട് ജീവനോടൊപ്പം നിനക്ക് സമ്രാട്ടാവാനാവില്ല. എന്റെ വഴിയിലെ കട്ടുറുമ്പും അവനായിരിക്കും. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ രണ്ടുപേരുടെയും ടാർഗറ്റ് ഒന്നാണ്, സമ്രാട്ട്. ടാർഗറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഫയലിൽ നിന്ന് മൂസയുടെ പേര് മായ്ച്ചു കളയാൻ ഹാജിയോട് ഞാൻ പറഞ്ഞോളാം. മൂസ എന്ന് വെച്ചാ പറയുന്നത് വളരെ ക്ലിയറാ. സമ്രാട്ടിനെ പിടികൂടാൻ നീ എന്നെ സഹായിക്കണം. ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക. കൈ കൊടുക്ക്. എനിക്ക് ഡീൽ ഓക്കെയാണ്.